എല്ലാവർക്കും നമസ്കാരം. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുറച്ചു പേരെ ഇന്ന് വിളിക്കുള്ളൂ. എല്ലാവരും ഒന്ന് കൈ തട്ടണം കേട്ടോ ഞാൻ പറയുമ്പോൾ. താങ്ക് യു. ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞില്ലേ, എന്താണെന്നറിയണോ? കേരള സംസ്ഥാനത്തിന്റെ ഈ വർഷത്തേക്കുള്ള മികച്ച സിനിമ കലാകാരന്മാർക്കുള്ള സമ്മാനങ്ങൾ ക്ലീവ്ലാൻഡിൽ വെച്ചിട്ടാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിപ്പോ നടക്കാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും സുഖങ്ങൾ തന്നെ. നേരത്തെ ഒരു കൊച്ചു പൈല് ഇവിടെ ഒരു മിമിക്രിയോ മാക്രിയോ എന്തൊക്കെയോ കാണിച്ചു. നിങ്ങൾക്ക് പെട്ടു. നമസ്കാരം. ആ പയ്യന്റെ പേര് ബിജു പൈലിയോ എന്തൊരു ഒരു പേര് ഞാൻ കേട്ടു. അത് എന്താണ് പേര്? ആ പൈല് പറഞ്ഞ് നിങ്ങളൊക്കെ മസിൽ പിടിച്ചിരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കണത് ശരിയല്ല കേട്ടാ. എന്താ ഇത്ര മസിൽ പിടിച്ചിരിക്കാനുള്ളത്? ഞാൻ ഈ ക്ലീവ്ലൻഡിലൊക്കെ വന്നപ്പോ ഈ വെതറിന്റെ കാര്യമാണെന്ന് അറിഞ്ഞോളൂ. ഞാൻ ഇച്ചിരി വെളുത്തുപോയി. എന്തായാലും എന്റെ കൂടെ സംസ്ഥാന എന്തോ അവാർഡ് അങ്ങനൊക്കെ പറഞ്ഞോ. ആ അവാർഡിന്റെ പ്രഖ്യാപനം ക്ലീവ്ലൻഡിൽ വെച്ച് നടത്താനായിട്ട് ഈ പുള്ളിക്കാരിയും തീരുമാനിച്ചു കേട്ടോ. അപ്പൊ ഞാൻ അതിന് ഇവരോടൊക്കെ കുറച്ച് കളിക്കാൻ തീരുമാനിച്ചു. എന്തായാലും അവാർഡുകളൊക്കെ വായിക്കട്ടെ. മികച്ച നടി നസ്രിയ ശശി, നസുറുദ്ദീൻ ഷാ. നസുറുദ്ദീൻ ഷാ എന്ന് പറയുന്നത് ഒരു ഹിന്ദി നടനാണ്, കേരള നടനാണ്. അങ്ങനെയും പറയാം. നസ്രിയ നസീം അങ്ങനെയും. അടുത്തത് മികച്ച മസിൽ പിടിച്ചിരിക്കാതെ കൈയൊക്കെ അടിക്കുക. മികച്ച സിനിമ. ആകാംക്ഷയില്ലേ കേൾക്കാൻ? ഒരാൾക്ക് മാത്രം ആകാംക്ഷയുണ്ട്. മികച്ച ചലച്ചിത്രം ഓമന ശാന്തി ഓശാന ബാംഗ്ലൂർ ഡിസ്കോ. ഓം ശാന്തി ഓശാന ബാംഗ്ലൂർ ഡേയ്സ്. അവിയാച്ചിട്ട് തമാശയില്ല. അങ്ങനെ അടുത്തത് കൈയടിക്കൂ പ്ലീസ്. കൈയടിച്ച 10 പേർക്ക് നന്ദി. അടുത്തത് മികച്ച ഗായിക. കേക്കണ്ടേ? മികച്ച ഗായിക ശ്രേയ ഘോഷയാത്ര. എനിക്കറിയില്ല സാറേ. മികച്ച ഗായിക ശ്രേയ ഘോഷാൽ. അങ്ങനെ പറഞ്ഞു. ഇദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ ആഗ്രഹം പറഞ്ഞു. സാറേ, നിങ്ങളുടെ മന്ത്രിമാർക്ക് എന്ത് വിവരങ്ങൾ വേണമെങ്കിലും പറയാം. ഞങ്ങളുടെ ഭാവങ്ങൾക്ക് ഒന്നും പറയാൻ വയ്യ. പിന്നെ ഒരു കാര്യമുണ്ട് സാറേ, ഇതൊക്കെ കണ്ടാലേ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. സാറിന്റെ ഈ ഒരു എന്താ പറയുന്ന ഒരു ചിരി ഇടി എല്ലാം ഉണ്ട്. ഞാൻ പറയുന്നത് അവിടെ തമാശ. പിന്നെ കൊഞ്ഞനും കുത്തി കാണിച്ചാ പോരാ, നോക്കി വായിക്കണം. മനസ്സിലായോ? പക്ഷെ കണ്ണാടി അഡ്ജസ്റ്റ് ചെയ്തല്ലേ. അടുത്തത് വായിക്കാം. മികച്ച ശാസ്ത്രീയ സംഗീതം. സംവിധാനം അങ്ങനെ ആയിക്കോട്ടെ. മിൽമപാൽ. ബിജുപാലാണ് മിൽമപാൽ. അങ്ങനെ പറഞ്ഞു. മികച്ച പാശ്ചാത്യ സംഗീതം. രമേശ് പിഷാരടി. അയ്യോ സാറേ, രമേശ് നാരായണൻ. മനസ്സിലായോ?
ശരി സാറേ. അങ്ങനെ ഈ പേരൊക്കെ ഇവരിങ്ങനെ മാറ്റി പറയുന്നതിൽ കഷ്ടമുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് കുറെ അവാർഡൊക്കെ പ്രഖ്യാപിച്ചില്ലേ, അപ്പൊ നമുക്ക് അവാർഡൊക്കെ കൊടുക്കണ്ടേ? വരട്ടെ സാറേ. പക്ഷെ അതിനു മുമ്പേ ഞങ്ങള് സാറിനൊരു അവാർഡ് തരാൻ തീരുമാനിച്ചു. ഈ വർഷത്തെ മികച്ച ഹാസ്യ നടൻ. അത് കഴിഞ്ഞ വർഷം ഇല്ല സാറേ, തന്നേ പറ്റൂ. ആ അവാർഡൊന്നും തന്നേ. ഒരു മികച്ച ഹാസ്യ നടന്റെ അവാർഡ് ഈ ബഹുമാന്യനായ മന്ത്രിക്ക് കൊടുക്കട്ടെ. ഇത്രയൊക്കെ പറഞ്ഞു തന്നില്ലേ? നമ്മളെ മലയാളം പഠിപ്പിക്കുക. ഇതാണ് ഇവരുടെയൊക്കെ പണി. അങ്ങ് ചൂടോടെ പിടിച്ചോ അവാർഡ്. പിന്നെ എന്നാ ഈ ഇത്രയും വലിയൊരു സദസ്സിലിരുന്ന് ഇത്രയും വലിയ വിഡിത്തം പറഞ്ഞ സാറിന് ഇത് തന്നാ പോരെ? പോരെ? അതൊരു വില കൂടെ വേണോ? വേണം. ഒത്തിരി അതും കൂടി തന്നെ ആ അരിയും കൂടെ കൊടുത്തേ. കേട്ടോ സാറേ? ഒത്തിരി അരിയും കൂടെ തരാൻ സാറിന്. പിടിച്ചോ. ഈ വരുന്ന വിജയദശമി നാളിലെ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ ഒക്കെ ചെന്ന് കാല് പിടിച്ച് 4 അക്ഷരം പഠിക്കാൻ ശ്രമിക്കണേ. കേട്ടാ? വാങ്ങിച്ചാട്ടെ. ഇടികുമാരൻ എന്താ സാറേ, എന്നൊരു മലയാളത്തിന്റെ പ്രഭു ശ്രമിക്കുന്ന ചെന്നാട്ടെ. ഇതാണ് നമ്മുടെ മന്ത്രിമാർ. പലതും കൊണ്ടു കൊടുത്താൽ വായിക്കത്തില്ല. വായിക്കുന്നതല്ല പറയുന്നത്, പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ നാട്ടിലേക്ക് അവിടെ ദൈവം ഇങ്ങനെ ഓടിപ്പോയി. നമ്മുടെ അച്ഛൻ പോയോ? ഇവിടെ